السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തിലെ പവിത്രമായ ചരിത്ര സംഭവങ്ങളെല്ലാം ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നാം പറയേണ്ടായി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലമായിരിക്കുന്ന ഒരു ജീവിതം ലോകത്തിനേക്ക് കാണിച്ചു കൊടുക്കുക ആയിരുന്നില്ല, മറിച്ച് സർവലോകർക്കും ഉള്ള മാതൃകയുടെയും പാഠങ്ങളുടെയും വിശാലമായിരിക്കുന്ന ജീവിതമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പറഞ്ഞത്. ഹബീബായ മുത്തുനബിയുടെ ഉപദേശങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും വ്യക്തമായും കൃത്യമായും പറഞ്ഞു തരുന്ന ഉപദേശങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതോടുകൂടെ മാനവകുലത്തിന്, അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ആരാണെങ്കിലും എല്ലാവർക്കും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യക്തമായി പ്രതിഫലിക്കുന്ന നന്മകളാണ് അവിടുന്ന് പറഞ്ഞു തന്നത്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് പറയുന്നതും, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന വിശുദ്ധ പാഠങ്ങൾ അരുൾ ചെയ്യുമ്പോഴും, തനിക്കേറെ ഇഷ്ടമുള്ളതിനെ മറ്റുള്ള ആളുകൾക്കും കിട്ടണമെന്ന് താല്പര്യമുണ്ടാകുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ എന്നും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് വിളിച്ചു പറയുമ്പോൾ അതൊരു പ്രഖ്യാപനമാണ്. സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഖ്യാപനമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹിജ്റയുടെ 8-ാം വർഷം റമളാൻ മാസത്തിൽ നടന്ന വിശ്വപ്രസിദ്ധമായ ഫത്ഹ് മക്കയെ കുറിച്ച്
മക്ക വിജയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹുദൈബിയ സന്ധി പ്രകാരം മുസ്ലിമീങ്ങൾക്കിടയിലും ഖുറൈശികൾക്കിടയിലും ഒരു സമാധാനം നിലനിൽക്കുകയും ആ സമാധാനം കൊണ്ടുതന്നെ വ്യക്തമായിരിക്കുന്ന കരാറടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ആ സന്ധി അതല്ലെങ്കിൽ ആ കരാറ് ഉപയോഗപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധി പ്രകാരം ഏത് ഗോത്രക്കാർക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ അതല്ലെങ്കിൽ ഖുറൈശികളുടെയോ ഭാഗത്തേക്ക് പക്ഷത്തേക്ക് ചേരാമെന്നും അങ്ങനെ ചേരുന്ന പക്ഷം ആ ഗോത്രങ്ങൾക്ക് ഇവയുടെ എല്ലാ പരിഗണനകളും കൽപ്പിക്കപ്പെടുമെന്നും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇതനുസരിച്ച് ഖുസാഅ ഗോത്രം ഇസ്ലാമിന്റെ കൂടെ മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുകയും അതേസമയം ബനു ബക്കർ ഗോത്രക്കാർ അവർ ഖുറൈശികളുടെ പക്ഷം നിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഖുസാഅ ഗോത്രത്തിന്റെയും ബനു ബക്കറിന്റെയും ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ഒരു പ്രയാസങ്ങൾ അതല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ പ്രോബ്ലങ്ങൾ കാരണം അവർക്കിടയിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ആക്രമണം നടത്താൻ ബനു ബക്കർ രംഗത്ത് വരികയും ഖുസാഅ ഗോത്രത്തെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ സമയത്ത് ബനു ബക്കറിനെ എല്ലാ രീതിയിലും പിന്തുണ നൽകിയിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ തങ്ങളുടെ സംഘശക്തി എന്ന രീതിയിൽ ഖുറൈശികളും രംഗത്ത് വരികയും അവർക്ക് വേണ്ട പിന്തുണയും സഹായവും എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഇതോടുകൂടെ ഖുസാഅ ഗോത്രം അതായത് മുസ്ലിമീങ്ങളുമായി കരാറ് ചെയ്ത് അവരോടൊപ്പം നിൽക്കുന്ന ഖുസാഅ ഗോത്രക്കാർ മദീനയിലേക്ക് വരികയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരുടെ ആവലാതി ആ ബേജാറ് അവര് തുറന്നു പറയുകയും ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്കൊപ്പം വിജയം ഉണ്ട്. ഏതായാലും ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി പ്രകാരമുള്ള കരാർ ലംഘനമാണ് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ കരാർ ലംഘനത്തെ ഒന്ന് ശരിയാക്കാനും ആ കരാർ പുതുക്കാനും വേണ്ടിയിട്ട് അബൂ സുഫിയാൻ എന്ന ആളെ മദീനയിലേക്ക് ഖുറൈശികൾ പറഞ്ഞയക്കുകയാണ്. അയാൾ മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കാണാനും അതുപോലെ തന്നെ മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ കണ്ടുകൊണ്ട് വിഷയം പറഞ്ഞ് ഇതിനൊരു തീരുമാനം കാണണം എന്ന ഉദ്ദേശത്തിലാണ് അബൂ സുഫിയാൻ വരുന്നത്. അയാൾ വരികയും അങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ മകള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെഞ്ഞായി കൂടെയാകുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയും ആ വീട്ടിലേക്ക് വന്ന ടൈമില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ ഒരു വിരിപ്പുണ്ടായി. അവിടെ ആ വിരിപ്പിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ അതാ ഇരുന്നപ്പോ ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹാ ആ വിരിപ്പങ്ങ് വലിക്കുകയാണ്. അബൂ സുഫിയാൻ കേൾക്കുന്നുണ്ട്, എന്താ മോളെ
ഞാൻ ആ വിരിപ്പിൽ ഇരിക്കുന്നതിനെ തൊട്ട് നീ വെറുക്കുന്നുണ്ടോ? അതല്ല, അതിനെ തൊട്ട് എന്നെ നീ വെറുക്കുകയാണോ? ആ സമയത്ത് ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇത് മുത്തുനബിയുടെ ഫിറാശാണ്, മുത്തുനബിയുടെ വിരിപ്പാണ്, നിങ്ങൾ മുശ്രിക്കാണ്, നജസാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ ഇരിക്കാൻ പറ്റൂല എന്ന രീതിയിൽ മഹദി പറയുകയും അബൂ സുഫിയാൻ എന്നയാള് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ടബരിയാണ്. പക്ഷേ കരാറ് പുതുക്കാമെന്നോ അതല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു വിഷയം പറയുന്ന രീതിയിലോ മുത്തുനബി അവരോട് സംസാരിച്ചില്ല. പിന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുട്ടപ്പൂവാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചെല്ലുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ഇവരെല്ലാം കണ്ടു, വിഷയം പറഞ്ഞെങ്കിലും ഫലം ഇല്ല. ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തേക്ക് മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരവസരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു കൊടുക്കുകയാണ്. ഒരിക്കൽ ആട്ടിയോടിക്കപ്പെട്ട രാജ്യമാണ്, ഒരിക്കൽ അതാ ഇരുളിന്റെ മറവിൽ ആരാരും അറിയാതെ ഇറങ്ങിപ്പോരേണ്ട നാടാണ്. ഹബീബായ തങ്ങൾക്ക് മാത്രമല്ല, കൂടെയുള്ള സ്വഹാബത്തിലധിക ആളുകളും ആ രീതിയിൽ സ്വദേശത്ത് നിന്ന് രാത്രിക്കു രാത്രി ആരാരും അറിയാതെ അങ്ങനെ പോന്നവരാ. ആ സ്വഹാബത്തിന് പകൽ വെളിച്ചത്തിൽ സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ഇസ്ലാമിന്റെ സത്യസന്ദേശം പറഞ്ഞുകൊണ്ട് ആ മണ്ണിലേക്കു കടക്കാൻ അല്ലാഹു ഒരുക്കിയ സുവർണാവസരമാ. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ടോ അവിടുന്ന് അതാ സ്വഹാബത്തിനെ എല്ലാം വിളിച്ചുകൂട്ടി വിഷയം പറഞ്ഞു എന്ന് മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് പുറപ്പെട്ട വിഷയം അത് ഖുറൈശികൾ അറിയാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഹബീബായ മുത്തുനബിയും സ്വഹാബത്തും ഹിജ്റ 8 റമളാൻ മാസം 10 അന്നാണ് മദീനയിൽ നിന്ന് മക്ക ലക്ഷ്യമാക്കി പോകുന്നത്. ഹബീബായ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് 10,000-ഓളം വരുന്ന സ്വഹാബത്താണ്. അവരതാ മക്ക ലക്ഷ്യമാക്കി പോവുകയാണ്. ആ സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അനുകൂലമായിരിക്കുന്ന യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാലോ എന്ന് വിചാരിച്ചു അതാ മുസ്ലിമീങ്ങളുടെ ചലനങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ എന്ന ആള് രാത്രിയിൽ ഇങ്ങനെ മക്കയുടെ പുറത്തിങ്ങനെ ചുറ്റി നടക്കാറുണ്ടായിരുന്നു. ഏതായാലും അയാളെ മുസ്ലിം പാറാവുകാര് പിടികൂടുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കുകയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തിയപ്പോ ഹബീബായ തങ്ങള് അബൂ സുഫിയാനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഓ, നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും അല്ലാഹു ഏകനാണെന്നുമുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ?
ആ ചോദ്യത്തിനിക്ക് അബൂ സുഫിയാൻ ഒരു പ്രതികൂലമായ മറുപടിയാണ് പറഞ്ഞത്. അനുകൂലമായ മറുപടി അയാളിൽ നിന്ന് വന്നില്ല. ആ സമയത്തതാ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയും അയാളോട് മുസ്ലിമാവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് അബൂ സുഫിയാൻ കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. ഏതായാലും റമളാൻ 17 ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കൂടെയുള്ള ആളുകളും അതാ ലഹ്റാൻ എന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. അവിടെ നിന്നതാ മക്കയിലേക്ക് നീങ്ങുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ ഗരിമയും അവരുടെ ആ വലിപ്പവും അവരുടെ ആ പ്രൗഢിയുമെല്ലാം അബൂ സുഫിയാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൈന്യത്തെ 3 ഭാഗിക്കുന്നുണ്ട്. എങ്ങനെയാ? ഒരു ഭാഗത്തിനിക്ക് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ലീഡർഷിപ്പിലായിട്ട് മക്കയുടെ താഴ്ഭാഗത്ത് കൂടി അകത്ത് പ്രവേശിക്കാനും എതിര് നിന്ന് വരുന്ന ഓപ്പോസിറ്റ് നിന്ന് വരുന്നവരോടൊക്കെ യുദ്ധം ചെയ്യാനും കൽപ്പിക്കുകയാണ്. എന്നിട്ടോ സഫയിലേക്ക് ചെന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗത്തിനെ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തോട് മക്കയുടെ മുകൾ ഭാഗത്തിലൂടെ കടന്നുകൊണ്ട് അതാ ഹജൂനിൽ പോയി അവിടെ നിൽക്കാനും പറയുകയാണ്. മൂന്നാമത്തെ വിഭാഗമോ മഹാനരായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മക്കയുടെ താഴ്വരയിലൂടെ അകത്ത് കടക്കാൻ പറഞ്ഞയച്ചു. ഏതായാലും 3 വിഭാഗങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ആ യാത്ര തുടരാണ്. ആയുധം പ്രയോഗിക്കരുതെന്നും തങ്ങൾക്കെതിരെ തിരിയുന്നവരോടല്ലാതെ യുദ്ധം ചെയ്യരുതെന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ഇങ്ങോട്ട് യുദ്ധാക്കാനോ ഇങ്ങോട്ട് ആക്രമണത്തിന് വരുന്നവരോട് മാത്രം തിരിച്ചടിക്കുക, അതല്ലാണ്ട് ആയുധം ഉപയോഗിക്കരുത് എന്ന വിഷയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായി. ഏതായാലും ഒരു സൈനിക ആക്രമണം, കടന്നാക്രമണം പോലെ ജനങ്ങൾ ഒരു വിഷമത്തിലേക്ക്, പ്രയാസത്തിലേക്ക് വരരുത് എന്ന നിർബന്ധമായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ട് അബൂ സുഫിയാനെ ഹബീബായ തങ്ങൾ മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. എന്തിന്? ജനങ്ങളോട് പോയിട്ട് വിഷയം പറയണം. എന്ത് വിഷയം പറയേണ്ടത്? അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സൈന്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സംരക്ഷണം വേണമെങ്കിൽ ഒന്നുകിൽ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയാൽ അവർ നിർഭയരാണ്. പിന്നെയോ അവരവരുടെ വീടുകളിൽ കയറി വാതിലിട്ട് അതാ അങ്ങനെ ഇരിക്കുന്ന ആൾമാരും നിർഭയരാണ്. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ കയറിയ ആളുകളും അവരും നിർഭയരാ. ഇത് കേട്ടപ്പോ അബൂ സുഫിയാൻ വന്നുകൊണ്ട് ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ വദാ അവരോരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്കും നീങ്ങുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിനയത്തോടുകൂടെ സുബ്ഹാന റബ്ബി മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. തനിക്ക് കൈവന്ന ഉന്നതമായ വിജയത്തിലും ആ വലിയ ഭാഗ്യത്തിലും അല്ലാഹുവിനിക്ക് നന്ദി പറഞ്ഞു. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ വാഹനത്തിന്റെ മീതെ തലകുനിച്ച് ആദരവ് പ്രകടിപ്പിച്ച് പ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൂടെയുള്ള സ്വഹാബത്തിന്റെ കൂടെ നേരെ പോയത് കഅബ ആലയത്തിലേക്കാ. ആ സമയത്തെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവില് വിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയതാ കഅബാലയത്തിന്റെ അതേ ചാര ചെന്നുകൊണ്ട് 7 വട്ടം ആ കഅബയെ തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയം കഅബയുടെ ചുറ്റിലും ഉള്ളിലും മുകളിലും ഒക്കെയായി 360ഓളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു, ബിംബങ്ങളുണ്ടായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ കയ്യിലുള്ള ഒരു വില്ല് കൊണ്ടതാ ആ വിഗ്രഹങ്ങളെല്ലാം തച്ചുടക്കുകയാണ്, അതിനെല്ലാം പൊട്ടിച്ചു കളയാണ്. ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയാണ്, സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞു പോയിരിക്കുന്നു, നിശ്ചയമായും അസത്യം മാഞ്ഞു പോകുന്നതാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായി. ആ സമയത്ത് കഅബാലയത്തിന്റെ താക്കോല്, കഅബാലയത്തിന്റെ കീ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നവരെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഒരു സമയത്ത് ഹബീബായ തങ്ങൾക്ക് കഅബാലയത്തിന്റെ ചാവി കൊടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിന്ന അതിനട്ട് നിന്ന ആളാണ്. അയാൾ മുന്നോട്ട് വരികയാണ്. ഹബീബായ തങ്ങളതാ കഅബ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ കയറുന്നു, ഉൾകയുള്ള വിഗ്രഹങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. ശേഷമതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകളിൽ കയറി വങ്ക് വിളിക്കാൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അവിടെ പള്ളിയിലെ ചുറ്റുഭാഗങ്ങളിലും മുഹമ്മദ് നബി ഞങ്ങളെ എന്താക്കും എന്നും വിചാരിച്ച് ഖുറൈശികളും മറ്റും നിൽക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് വന്നു, അവരോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഞാൻ എന്ത് വിചാരിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ടും അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹു ഏകനാണ്, അവന് പങ്കാളികളായിട്ട് ആരുമില്ല, അവൻ അവന്റെ വാഗ്ദത്വം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു, അവൻ അവന്റെ അടിമയെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളോട് പറയുന്നുണ്ട്, ഖുറൈശികളെ, അല്ലാഹു നിങ്ങളുടെ ദുരഭിമാനത്തെയും പാരമ്പര്യ മഹിമയെയും ഇല്ലാതാക്കി. എല്ലാവരും ആദം സന്തതികളാണ്. ആദമോ ആദം മണ്ണിൽ നിന്നുമാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ ആ അർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ, ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. ശേഷമതാ ഖുറൈശികളോട് ചോദിക്കുന്നുണ്ട്, ഇന്നു ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്? അവര് പറയുന്ന വാക്ക്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നന്മയാണ്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നല്ലത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ പറയുന്നത്, നിങ്ങളോട് എനിക്ക് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം
അവിടുത്തെ സഹോദരന്മാരോട് പറഞ്ഞത് അതേ വാക്കു തന്നെയാണ് പറയാനുള്ളത്. എന്താ ഇന്ന് നിങ്ങൾക്ക് പ്രതികാരമില്ല, നിങ്ങൾ സ്വതന്ത്രരായി പോയിക്കൊള്ളുക. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ തങ്ങൾ പിന്നെ മഹാനരായ ബിലാൽ തങ്ങളെ വിളിക്കുന്നതും കഅബാലയത്തിന്റെ മുകളിൽ കയറി വാങ്ക് വിളിക്കാനൊക്കെ പറയുന്നത്. സുബ്ഹാന റബ്ബി, സത്യനിഷേധത്തിന്റെ ഈറ്റില്ലമായിരുന്ന രായത്ത് ആ നാട്ടില് തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ കേൾക്കുകയാണ്. സുബ്ഹാന റബ്ബി, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവിടെ അതാ നന്ദിയുടെ നിസ്കാരം ഹബീബായ തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. പ്രത്യേകമായിരിക്കുന്ന 8 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്. ഇത് കണ്ട കാഴ്ചയിൽ സ്വഹാബത്ത് ആദ്യം ദുഹയാണെന്നാണ് വിചാരിച്ചത്. അല്ല, ഇത് വിജയത്തിന്റെ നിസ്കാരമാണെന്ന് പിന്നീട് അവർക്ക് ബോധ്യപ്പെടുകയാണ്. സുബ്ഹാന റബ്ബി, ശേഷം ജനങ്ങളെ ബൈഅത്ത്, ആ ബൈഅത്തിന് വേണ്ടിയിട്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നു. ആ സമയത്ത് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതിൽ പിന്നെ ഹബീബായ തങ്ങൾ ചെയ്തത് മക്കയെയും പരിസര പ്രദേശങ്ങളെയും ബിംബാരാധനയുടെ, വിഗ്രഹാരാധനയുടെ ശേഷിപ്പുകളിൽ നിന്നും ശുദ്ധിയാക്കുക എന്ന ഉദ്ദേശമാണ്. അങ്ങനെ സ്വഹാബത്തിനെ സംഘടിപ്പിക്കുകയും നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞേക്കുകയും അവരെല്ലാം അവിടെ ചെന്ന് അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ച് ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിപ്പിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലെ പരിശുദ്ധ ഇടമായ കഅബയെ അവിടുന്ന് പരിശുദ്ധപ്പെടുത്തിയിട്ട് അവിടുന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ രക്തം ചിന്താനോ യുദ്ധം നടത്താനോ പാടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മക്ക ഫത്ഹ് കഴിഞ്ഞ് 18 നാളത്തോളം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തന്നെ താമസിക്കുകയും അതിൽ പിന്നെയാണ് മദീനയിലേക്ക് മടങ്ങുന്നത് എന്നും കാണാം. ഏതായാലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് മക്കം ഫത്ഹ്. യഥാർത്ഥത്തിൽ ഒരു രക്തരഹിത വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസൂത്രണമാണ്. കൃത്യമായി ഖുറൈശികളിലേക്ക് അവരെ ബേജാറാക്കാത്ത രീതിയിൽ തന്നെ നിർദ്ദേശം കൊടുക്കുകയും അവർക്കുള്ള സംരക്ഷണത്തിന്റെ വാതിലുകൾ ആദ്യമേ തുറന്നു കൊടുക്കുകയും അവരിലേക്ക് ആ വിഷയം പറയാൻ അബൂ സുഫിയാനെ പറഞ്ഞയക്കുകയും അങ്ങനെ ആ പറച്ചിൽ കേവലമായിരിക്കുന്ന ഒരു വാക്കല്ല, യാഥാർത്ഥ്യവും അങ്ങനെയാണെന്ന് അവിടുന്ന് തന്റെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുകയും സുബ്ഹാനല്ലാഹ്, ഖുറൈശികൾ അതെല്ലാം മനസ്സിലാക്കി ആ ഖുറൈശികളിൽ നിന്ന് അവിശ്വാസികളായ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് അവര് കടന്നു വരികയുമാണ്. അതാ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റുക. ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഹബീബായ തങ്ങളെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിജയം അത് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുകളതാ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നില്ലേ, കൃത്യമായി തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് എന്നവിടുന്ന് ഇങ്ങനെ പറയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനരായ സ്വഹാബത്ത് പറയുന്നില്ലേ, അതിനുശേഷം ഹബീബായ തങ്ങളെ തസ്ബീഹുകളെയും ഹംദുകളെയും ജാസ്തിയാക്കുകയാ. ഏതായാലും ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മക്കം ഫത്ഹ്. ആ ഫത്ഹ് മക്ക നടക്കുന്നത് ഹിജ്റയുടെ 8-ാം വർഷമാണ്, വിശുദ്ധ റമളാൻ മാസത്തിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് വലിയ വിജയങ്ങൾ നൽകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിച്ച ആളുകൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല നീക്കി തന്ന പ്രയാസങ്ങളെല്ലാം ദൂരത്താക്കി ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.